അപ്പോൾ യുദ്ധത്തിൻ്റെ പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഗ്യാസൊക്കെ ഇല്ലാതായി ഒരുപാട് ഹോട്ടലുകളൊക്കെ അടിച്ച് നമുക്കും പണി കിട്ടേണ്ടതായിരുന്നു. അപ്പോഴേക്ക് ഒരു ചെറിയ ഐഡിയ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നല്ല ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിക്കണത്. ഈ പൊരി വെയിലത്ത് നിന്നിട്ട് ഉണ്ടാക്കണമെങ്കിൽ അത്രയ്ക്കും നമ്മൾ എന്താ പറയുക പ്രയാസത്തിലായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ അടുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഗ്യാസുമ്പോൾ തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ അടുപ്പൊക്കെ ഒന്ന് നമ്മൾ മാറ്റി ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ പ്രശ്നവും ഗ്യാസ് കിട്ടാത്ത പ്രശ്നമൊക്കെ വന്നത്. ഗ്യാസ് ആണെങ്കിൽ ഒരു കുറ്റിയുള്ളായിരുന്നു, അത് തീരാനായിരുന്നു. ഇന്നോ നാളെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു വഴി കണ്ടെത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് അടുപ്പുകളൊക്കെ ഒന്ന് അന്വേഷിച്ച് നടന്നു, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടുപ്പുണ്ടോയെന്ന്. അപ്പോഴൊന്നും കിട്ടിയതുമില്ല കേട്ടോ. അപ്പോഴാണ് തോന്നിയത് നമുക്കെന്തൊരു അടുപ്പുണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഈ പൊരി വെയിലത്ത് നിന്നിട്ട് അടുപ്പൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചു. വിജയിക്കോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതാ ഞാനും ഇക്കൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇക്കനെ ഹെൽപ്പ് ചെയ്യാൻ. അങ്ങനെ അത് അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് ഇനി ഇതൊന്ന് കത്തിച്ച് നോക്കണം. കത്തില്ല അറിയണ്ട. അപ്പോൾ എന്തായാലും ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ തിളച്ചത് പൊടിയിടണം. വളരെ പെട്ടെന്നാണ് കേട്ടോ ചായ ആയത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറ് വെച്ച് പിന്നെ കറി വെച്ച് ഒക്കെ പെട്ടെന്നാവാൻ പറ്റും. പിന്നെ ഇതിൽ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് കത്തിക്കണ രൂപമൊക്കെ ഞങ്ങൾ പിന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ 2 ആഴ്ച മുമ്പാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അന്ന് ഞങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഓരോ തിരക്കിൽ പെട്ടിട്ട് കാണിക്കാതിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് വർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കാനോട് ഇതൊന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒന്നും കൂടി ഒന്ന് ഉഷാറാവുമല്ലോ എന്ന്. സ്പ്രേ പെയിൻ്റൊക്കെ ഒന്ന് അടിക്കുകയാണ് കേട്ടോ. നമുക്ക് കാണാനും കൂടി ഒരു ഭംഗി ഉണ്ടാകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ അതവിടെ കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ പെയിൻ്റൊക്കെ അടിച്ച്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ വിചാരിച്ചു ഇപ്പോൾ രാത്രിക്ക് ചോറൊന്നും വേണ്ട, കുറച്ച് പഴം ഉണ്ടായിരുന്നു, അതൊന്ന് പുഴുങ്ങിയാലോ എന്ന്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. വളരെ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് വേവിക്കാൻ പറ്റുമോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.